ഡൽഹിയിലെ എയർപോർട്ടിൽ ഒരു സംഭവം നടന്നു. ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനെ പിടിച്ചു. 1/2 കിലോ സ്വർണവും പിടികൂടി. പ്രതി ആരാണെന്നല്ലേ? മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം MP-യുമായ ശശി തരൂരിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. ഡൽഹി വിമാനത്താവളത്തിൽ സ്വർണം കടത്തുന്നതിനിടെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ചയാണ് സംഭവം. ഇന്നിത് ശനിയാഴ്ചയായി. ഏതെങ്കിലും മാപ്ര ഇക്കാര്യം നമ്മളോട് പറഞ്ഞോ? ഇല്ല. ഒടുവിൽ നാട്ടുകാർ കാര്യം പതുക്കെ പുറത്തു വിട്ടു തുടങ്ങിയപ്പോൾ ഗതികേടുകൊണ്ട് പറയാതെ പറഞ്ഞു. നാട്ടുകാർ എങ്ങനെ അറിഞ്ഞു എന്നാണെങ്കിൽ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. കസ്റ്റംസ് പിടികൂടിയ ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം കണ്ടെത്തിയെന്നാണ് അവർ നൽകിയ വിവരം. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനിടെ തരൂരിൻ്റെ PA ശിവകുമാർ പിടിയിലായതെന്ന് മാപ്രകൾ മലയാളി അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? സതീശ, സുധാകര, കുഴലനാദികൾ ആരെങ്കിലും മിണ്ടിയോ? ഇല്ല, മിണ്ടില്ല. ഇതില്ലാക്കഥയല്ല. തരൂരിൻ്റെ PA അടക്കം 2 പേരെയാണ് പിടികൂടിയത്. തൻ്റെ ഒപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന ആളെയാണ് പിടിച്ചതെന്ന് തരൂർ ട്വീറ്റിലൂടെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ കഥയുണ്ട്. ആൾ വൃക്കരോഗിയാണ്. ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ അതിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്കറിയാം മാപ്പിളയുടെ സാഹിത്യം. ഗതികേട് കൊണ്ട് ജീവിക്കാൻ. അതെ, കോൺഗ്രസ്സുകാരനായാലോ പിടിയിലായത്? നിങ്ങൾക്ക് പൊള്ളും. ഞങ്ങൾക്ക് ചെറിയ സംശയം തോന്നുന്നു. കേരളത്തിലാകെ കോൺഗ്രസ്സുകാർ ആഘോഷിച്ച ഒരു കേസുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത്. ഖുറാൻ, ഈന്തപ്പഴം, ബിരിയാണി ചെമ്പ്. അത് നടന്നത് തിരുവനന്തപുരത്തായിരുന്നു. അവിടുത്തെ MP ആരായിരുന്നു? അറിയാമല്ലോ. അല്ല മാപ്രകളെ, സാധാരണ CPM പ്രവർത്തകൻ്റെ വീടിൻ്റെ അയൽപക്കത്തെ വിശേഷം വരെ സംശയമായി അവതരിപ്പിക്കുന്ന നിങ്ങൾക്കിതിലൊരു സംശയവുമില്ലേ? പണ്ട് ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കാലത്ത് നമ്മുടെ MP-യുടെ ഓഫീസിനെ കുറിച്ച് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്ന് എനിക്കറിയില്ല, ഞാൻ പാവമാണ്, ആരെയും വിളിച്ചിട്ടില്ല, ഒന്നും ആർക്കും വേണ്ടിയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശശിയണ്ണൻ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. അന്ന് ഈ പറയുന്ന പാർട്ട് ടൈം ജീവനക്കാരൻ മുഴുവൻ സമയ PA ആയിരുന്നു. അന്നും മൂപ്പർക്ക് ഈ പണി ഉണ്ടായിരുന്നോ? അല്ല, കള്ളക്കടത്തി. അതുക്ക് മുമ്പ് ദുബൈയിലെ ഒരു കക്ഷിയെ കേസിൽ നിന്നൂരി ഇന്ത്യയിലെത്തിക്കാൻ ഇടപെട്ടു എന്ന ആരോപണവും ഉയർന്നതും അന്തർദേശീയ നേതാവിനെ ചുറ്റിപ്പറ്റിയാണല്ലോ. എന്തായാലും തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കടത്തിന് ശേഷം ഡൽഹിയിൽ തിരുവനന്തപുരത്തെ ഒരു പ്രധാനിയുടെ സ്വന്തം ആൾ കടത്തിന് പിടിയിലാവുന്നതിനെ അങ്ങനെ അങ്ങ് തള്ളാൻ പറ്റുമോ? മാപ്രകൾ മറുപടി പറഞ്ഞാൽ മതി.